പ്രകൃതി അതിൻ്റെ സൗന്ദര്യം വാരിക്കോരി അനുഗ്രഹിച്ച ദേശമാണ് സൗദിയിലെ അൽബാഹ. പ്രകൃതിയുടെ വിസ്മയങ്ങൾ നിറഞ്ഞ ഭൂമിയിലെ ഈ സ്വർഗത്തിലേക്ക് തായിഫിൽ നിന്നാണ് ഞങ്ങൾ പുറപ്പെട്ടത്. തായിഫ് അൽബാഹ ഹൈവേ ഒഴിവാക്കി സുക്സാനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഗ്രാമപാതയിലൂടെ ഞങ്ങളുടെ വാഹനം ഓടി. വഴിയിലാണ് ബനു സഅദ് ഗ്രാമം. മുഹമ്മദ് നബി കുട്ടിക്കാലം ചെലവഴിച്ച നാടാണ്. ഹലീമ ബീവിയുടെ ഓർമ്മകളിൽ അറിയപ്പെടുന്ന ഈ പ്രദേശം തായിഫിൽ നിന്ന് 70 കിലോമീറ്റർ അകലെയാണ്. തായിഫ്, ബനി മാലിക്, മീസാൻ, അൽബാഹ എന്നിവയെ ബന്ധിപ്പിക്കുന്ന ടൂറിസ്റ്റ് റോഡിലാണ് ബനു സഅദ് സ്ഥിതി ചെയ്യുന്നത്. നിരവധി ഗ്രാമങ്ങളുടെ കൂട്ടമാണ് ബനു സഅദ് പ്രദേശം. നിശബ്ദത പുതച്ച വഴി, മലഞ്ചെരുവിലെ പച്ചപ്പിനിടയിൽ ഒരു ആട്ടിടയനും ആടുകളും. സഹയാത്രികൻ ഹംസ കാറിന്റെ ഗ്ലാസ് താഴ്ത്തി ഉറക്കെ സലാം വിളിച്ചു. ആശ്ചര്യം! ആടുകൾ പോലും തിരിഞ്ഞു നോക്കി. തിരികെ സലാം പറഞ്ഞതുപോലെ തന്നെ. ഹംസയുടെ അയൽവാസി നിസാബും ഭാര്യയും അതിന്റെ രസം പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു ദൂരം കൂടി പോയപ്പോൾ ഒരു വലിയ ഒട്ടകക്കൂട്ടം റോഡിലൂടെ വരുന്നു. വണ്ടി നിർത്താതെ രക്ഷയില്ല. നീളൻ കാലുകളും ഓമന കുഞ്ഞൊട്ടകങ്ങളുമായി എന്തൊരു ഗമയാണ് അവയ്ക്ക്. മരുഭൂമിയിലെ കപ്പലുകൾ, കാണേണ്ട കാഴ്ച തന്നെ. യാത്രക്കിടെ എവിടെയോ ഞങ്ങൾക്ക് വഴി തെറ്റി. സുഹൃത്ത് ഷിഹാബിനെ വിളിച്ച് സ്ഥലത്തിന്റെ അടയാളങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. തിരിച്ചു വന്ന് ഇടത്തോട്ടുള്ള ഇടുങ്ങിയ മൺപാതയിലേക്ക് ഇറങ്ങാൻ അവൻ പറഞ്ഞു. കിലോമീറ്ററോളം യാത്ര ചെയ്ത് ബനു സഅദിലെത്തി. മലമുകളിൽ ഒറ്റപ്പെട്ട വീടുകൾ, താഴെ ഒരു മതിൽക്കെട്ടിനുള്ളിൽ ഖബർസ്ഥാനും. ഹലീമ ബീവിയുടെ വീട് നിന്നിരുന്ന സ്ഥലവും ഉരുളൻ കല്ലുകൾ കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ബാലനായ നബിയുടെ നെഞ്ചി പിളർന്ന അത്ഭുത സംഭവം നടന്നതായി പറയപ്പെടുന്നു. ഒരു നിമിഷം ഞങ്ങൾ ആ ഓർമ്മയിലൂടെ നടന്നു. ചരിത്രത്തിന്റെ ഗന്ധം ആസ്വദിച്ചു. അൽബാഹയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. പുരാതന ഗ്രാമങ്ങൾ കടന്ന് ഞങ്ങൾ എത്തിയത് കൊളത്തൂർ സ്വദേശി ഇബ്രാഹിംകയുടെ ഹോട്ടലിൽ. 30 വർഷമായി ഈ ഗ്രാമത്തിൽ താമസിക്കുന്നയാൾ മലയാളി ജോലിക്കാരോടൊപ്പം അറേബ്യൻ വിഭവങ്ങൾ വിളമ്പുന്നു. ആടിന്റെ കബ്ദയും ഷക്ഷൂക്കയും പൊറോട്ടയും കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്രയായി. ഇബ്രാഹിംക പറഞ്ഞിരുന്നു, ഈ വഴിയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിർമ്മിതികൾ കാത്തിരിക്കുന്നുണ്ടെന്ന്. അതോർത്ത് ഞങ്ങൾ ശ്രദ്ധിച്ച് യാത്ര തുടങ്ങി. കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോൾ ദൂരെ ഒരു കുന്നിൻ മുകളിൽ കോട്ട പോലൊരു എടുപ്പ്. വാഹനം മുന്നോട്ട് നീങ്ങിയപ്പോൾ മുകളിലേക്ക് കയറുന്ന ഇടുങ്ങിയ ഒരു പാത കണ്ടു. അതൊരു തോട്ടത്തിലേക്കുള്ള വഴിയായിരുന്നു. അവിടെ കണ്ട ഒരു യമനി ജോലിക്കാരൻ ഞങ്ങളെ കൈപിടിച്ച് കോട്ടയിലേക്കുള്ള പാത കാണിച്ചു തന്നു. ഉരുളൻ കല്ലുകൾ നിറഞ്ഞ ദുഷ്കരമായ വഴി. പക്ഷെ കോട്ട കാണാനുള്ള കൗതുകത്തിൽ ഞങ്ങൾ പതുക്കെ മുന്നോട്ട് നീങ്ങി. കോട്ടയുടെ മുന്നിലെത്തിയപ്പോൾ കണ്ണുകൾക്ക് പോലും വിശ്വസിക്കാനായില്ല. എന്തൊരത്ഭുത നിർമ്മിതി! സമനിരപ്പില്ലാത്ത കുന്നിൻ മുകളിൽ കൽച്ചീളുകൾ കൃത്യമായി അടക്കി വെച്ച് നിർമ്മിച്ച ഈ കോട്ട 400 വർഷമായി ഒരു കേടുപാടും കൂടാതെ നിൽക്കുന്നു. കൽദ ഗോത്രത്തിന്റെ ഈ വാസസ്ഥലം തേനീച്ചകളുടെയും വിഷപ്പാമ്പുകളുടെയും വിഹാരഭൂമി കൂടിയാണ്. ഞങ്ങൾ കുത്തനെയുള്ള കയറ്റം കയറി 2 കോട്ടകൾക്കിടയിൽ പാതയിലൂടെ ഉള്ളിലേക്ക് ഇറങ്ങി. അവിടെ ഇതേ മാതൃകയിൽ നിർമ്മിച്ച വീടുകളും ഒരു മസ്ജിദും കണ്ടു. കോട്ടയിൽ പതിച്ച QR കോഡ് സ്കാൻ ചെയ്തപ്പോൾ ചരിത്രം വെളിവായി. നൂറ്റാണ്ടുകളുടെ കഥകൾ. അൽബാഹയ്ക്ക് അടുക്കുമ്പോൾ പ്രകൃതി മാറുന്നു. പാറക്കെട്ടുകൾക്കിടയിലൂടെ വളഞ്ഞു പുളഞ്ഞ റോഡുകൾ, പശുക്കളും ആടുകളും ഒട്ടകങ്ങളും മേഞ്ഞു നടക്കുന്ന പച്ചപ്പ്. തായിഫിൽ നിന്ന് 160 കിലോമീറ്റർ അകലെ ബനി മാലിക് ഗ്രാമത്തിൽ ഞങ്ങൾ നിന്നു. ബനി മാലിക് പ്രകൃതിയുടെ മാസ്മരികത നിറഞ്ഞ ഒരു ഗ്രാമം. ബനി മാലിക് പ്രകൃതി സൗന്ദര്യത്തിന്റെ അക്ഷയഖനിയാണ്. തണുത്ത കാലാവസ്ഥയും അതിമനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഈ ഗ്രാമത്തെ വേറിട്ടതാക്കുന്നു. ചൂട് കൂടുമ്പോൾ ജിദ്ദയിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും സ്വദേശികൾ ഇവിടേക്ക് കുടിയേറുന്നു. ചെറിയ വിശ്രമത്തിന് ശേഷം ബനി മാലിക്കിനോട് യാത്ര പറഞ്ഞു. മുന്നോട്ടുള്ള പാത പ്രകൃതി സൗന്ദര്യത്തിന്റെ ഒരു ഘോഷയാത്രയാണ്. അൽബാഹിലേക്ക് ഇനി 100 കിലോമീറ്റർ. ഹരിതാപമായ വഴിയോര കാഴ്ചയിലേക്ക് കണ്ണും മനസ്സും പായിച്ച് കാഴ്ചയുടെ ഉത്സവം തീർക്കാൻ ഞങ്ങൾ യാത്ര തുടരുന്നു.